അപ്പോൾ നമസ്കാരം. ഞാനിന്ന് പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ ഉരുളുപൊട്ടി മരിച്ചവർക്ക് ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ദുരിതം അനുഭവിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിലും ദുരിതത്തിലും ഞാൻ പങ്കുചേരുന്നു. അതോടൊപ്പം ഈ നമ്മുടെ വയനാട്ടിൽ ഏകദേശം ഒരു മലയുടെ ഒരു സൈഡ് മാത്രം ഇടിഞ്ഞു പോയപ്പോൾ തന്നെ ഇത്രമാത്രം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്ന് സർക്കാരെ, നിങ്ങളിനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല, നാളികയിലും എല്ലാം നിങ്ങളും കുടുംബവും മക്കളും അച്ഛനമ്മമാരെല്ലാം നിങ്ങൾ സ്വന്തം സന്തോഷത്തോടെ നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട കുറേ ആൾക്കാർ, സാധാരണ പൊതുജനങ്ങൾ ഇവിടെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോംബൊരെണ്ണം വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വന്ന് ഈ ഒരു മല പൊട്ടിയിപ്പം, ഒരു മലയുടെ ഒരു സൈഡ് പൊട്ടിയപ്പോൾ ഇത്ര ആണെങ്കിൽ 6-7 മല, ഇത് എത്ര മലയാണെന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ വന്ന ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു ശകലം ചിന്തയെങ്കിലും ചിന്തിച്ച് നിങ്ങളുടെ സ്വന്തം പോക്കറ്റും നിങ്ങളുടെ സ്വന്തം സ്വത്തും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പൊതുജനങ്ങളുടെ ദൈവത്തെ ഓർത്ത് പൊതുജനങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ട് ഇവിടെ കഴിയാനുള്ള, നിങ്ങൾ പൈസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളാം. പക്ഷേ ഇവിടെ പൊതുജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഈ ഒരു ജലബോംബായിട്ട് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇത് ഇന്നലെ പൊട്ടും അല്ലെ മിനിങ്ങാന്ന് പൊട്ടും എന്ന് ഓർത്തുകൊണ്ടിരുന്ന സാധനമല്ല. ഈ പറഞ്ഞ മുല്ലപ്പെരിയാറും പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ അവസാനം പുലി വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പുലി വരും. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ് ഇതിനൊക്കെ ഒരു തക്കതായ ആളുകളെയും കണ്ട് ഈ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ അതിനുള്ള നിയോഗിച്ചേക്കണ ആൾക്കാരെയോ ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും കണ്ട് ഒരു ചർച്ച നടത്തി ഇതിന് വേണ്ട കാര്യങ്ങൾ മുല്ലപ്പെരിയാറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങളിവിടെ ഈ നിങ്ങൾക്ക് കുഴപ്പമില്ല, തിരുവനന്തപുരം ആ സൈഡിലേക്ക് പോണവർക്കൊന്നും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ ഈ മധ്യഭാഗത്ത് ഈ തെക്കോട്ടും പിന്നെ അങ്ങോട്ട് വടക്കോട്ടും ഉള്ള കുറേ ആൾക്കാർ ഇവിടെ ഞങ്ങൾ പേടിച്ച് വിറച്ച് ഒരു രാത്രി ഉറങ്ങാൻ പേടിച്ച് വിറച്ചാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ പരമാവധി ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്ന് സർക്കാരെ ഒന്ന് ചെയ്തു തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഓക്കെ.